കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 25-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന വിഷയത്തിൽ ഇന്ന് ഊന്നൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ ഫ്രണ്ട്ഷിപ്പ് തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. ഭക്തിയിൽ നിന്ന് സഹിത്വത്തിലേക്ക്. ചിലർ ഭക്തിയിൽ തന്നെ തുടരുന്നു, ചിലർ ഭക്തിയിൽ നിന്ന് സഹിത്വത്തിലേക്ക് കയറുന്നു, റിലിജിയോസിറ്റിയിൽ നിന്ന് റിലേഷനിലോട്ട് കയറുന്നു. അങ്ങനെ കയറുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ കയറിയ ഒരാളെ, പലരുണ്ട്, അതിലൊരാളെ ഇന്ന് നമുക്ക് കാണാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭക്തിയിൽ നിന്ന് നിങ്ങൾ സ്നേഹിതൻ എന്ന ലെവലിലോട്ട് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. ഒന്നുകൂടെ വായിക്കട്ടെ. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? എന്താ ചെയ്യാനിരിക്കുന്നത്? അബ്രഹാമിൻ്റെ അയൽ സംസ്ഥാനത്ത് അഴിമതിയും അരാജകത്വവും മ്ലേച്ഛതയും വർദ്ധിച്ചിരിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് സ്വർഗത്തിലെത്തിയതിനാൽ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ കേസ് അന്വേഷിക്കാൻ വിട്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SIT വന്നിരിക്കുകയാണ്. അവർ വന്ന് ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്തപ്പോൾ അവരുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു, ഇതിന് തൊട്ടടുത്താണ് എബ്രഹാം. ഈ വന്നത് ദൂതന്മാരാണ്, പക്ഷെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ദൈവിക രഹസ്യങ്ങളിൽ ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ അറിവില്ല. ദൈവവും അവിടെ തന്നെയുണ്ട്. പിന്നത്തേതിൽ അത് കാണാം. 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അത് SIT-യാ. അവർ ദൂതന്മാരാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല അബ്രഹാം സ്വീകരിച്ചതെന്ന് എബ്രായർ 13:1 പറയുന്നു. അങ്ങനെ അവർ വീട്ടിൽ വരുന്നു. അബ്രഹാം അവരെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, ഓണർ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പോവുകയാണ്. അവർ വന്ന കാര്യം പറഞ്ഞില്ല. അവർ വന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് വന്നതാണ്. അത് സോതോമിലാണ്. അങ്ങോട്ട് പോകണം. അങ്ങനെ പോവുകയാണ്. അബ്രഹാം അവരെ യാത്ര അയക്കാൻ റോഡ് വരെ പോയി. മെയിൻ റോഡ് വരെ പോയി. മെയിൻ റോഡിൽ എത്തിയപ്പോൾ ദൈവം തന്നെ സംസാരിക്കുകയാണ്. ഞങ്ങളല്ല, 3 പേരാ വന്നതെങ്കിലും ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അതെന്താ? അവൻ എൻ്റെ സ്നേഹിതനല്ലേ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ രഹസ്യങ്ങൾ പറയുന്നത് ക്ലോസ് ഫ്രണ്ട്സിനോടല്ലേ. ചില സന്ദർഭങ്ങളിൽ ഭാര്യയോട് പറയാൻ പറ്റാത്തത് ഫ്രണ്ട്സിനോട് പറയും. ഞങ്ങളുടെ അടുത്തൊരു അപ്പച്ചൻ
ഒരു 70-80 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രോപ്പർട്ടിയുടെ കാര്യവും ബാങ്ക് ബാലൻസിൻ്റെ കാര്യവുമൊക്കെ തൻ്റെ ഒരു സുഹൃത്തിനെയാണ് പറഞ്ഞേൽപ്പിച്ചത് എന്നിങ്ങനെ പറയുന്ന കേട്ടു. അപ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ ഡീപ്പായിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഭൂമിയിൽ അധികം കുറവാണെന്ന് പറയാം. സത്യം അതാണ്. ചിലർക്കുണ്ട്. അവർ സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കുന്നവരാണ്. ദൈവവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് വരുന്നത്. അപ്പം അബ്രഹാം ദൈവത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് അബ്രഹാമിൻ്റെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു കേസ് ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു ശിക്ഷ നടത്താൻ പോവുകയാണെങ്കിൽ അതൊന്ന് പറയണ്ടേന്ന് പെട്ടെന്ന് ദൈവം പറയുക. അത് പറഞ്ഞില്ലേ, മോശമല്ലേ? ഇവിടെയാണ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ വായിക്കുന്ന നമ്മുടെ 25-ാം സങ്കീർത്തനത്തിലെ വാക്യം, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കും. ചില തർജ്ജിമയിൽ അവൻ തൻ്റെ രഹസ്യം അവരെ അറിയിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ആ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം നമ്മുടെ നാട്ടിൽ, വീട്ടിൽ, സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരെ അറിയിക്കും. അങ്ങനെ ഒരു സ്നേഹിതയാകുവാൻ നിങ്ങളെ ദൈവം വിളിക്കുന്നു. നീ ഒരു ഭക്തയായി തുടരുകയല്ല, ഫ്രണ്ടായി പുരോഗമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.